ഹലോ ഹായ് വെൽക്കം ടു മൈ ചാനൽ. നമുക്കൊരു ഫോം ക്ലേ വെച്ചിട്ട് ഒരു പാരച്യൂട്ടും അതിലൊരു ടെഡി ബിയറും ഉണ്ടാക്കിയാലോ. പാരച്യൂട്ടിൻ്റെ താഴെ നമ്മൾ മോൾഡിറ്റ് ക്ലേയും ടോപ്പിൽ നമ്മൾ ഫോം ക്ലേ ആണ് യൂസ് ചെയ്യുന്നത്. ടെഡിക്കും ഫോം ക്ലേ ആണ് യൂസ് ചെയ്യുന്നത്. മോൾഡിറ്റ് ക്ലേ കൊണ്ട് ചെയ്തെടുത്തത് നമ്മൾ ആ പ്ലാസ്റ്റിക്കിലേക്ക് ഒട്ടിച്ചു കൊടുക്കുവാണ് ഫെവിക്കോൾ കൊണ്ട്. ഒരെണ്ണം ഒട്ടിച്ചെടുത്തതിന് ശേഷം നമ്മളങ്ങനെ ഓരോന്നോരോന്നുണ്ടാക്കി അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുവാണ്. ഒട്ടിച്ചൊട്ടിച്ചത് ആ മുകളിൽ വരെ അങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് കളർ ചെയ്തെടുക്കണം. ഒട്ടിച്ചു കൊടുത്തിട്ട് ഞാനൊരു ദിവസം അത് ഡ്രൈ ആവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഡ്രൈ ആയി കിട്ടിയതിന് ശേഷമാണ് ബാക്കി വർക്ക് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ വുഡൻ സ്റ്റിക്ക് ഉണ്ടല്ലോ, അത് രണ്ട് സൈഡിലും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുത്തത്. എന്നാലേ അത് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടത്തുള്ളൂ. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ടോപ്പിൽ വെക്കാനുള്ള അതിന് പേപ്പർ, കുറേ വേസ്റ്റ് പേപ്പർ റൗണ്ട് ഷേപ്പിൽ ബോൾ പോലെ ചുറ്റി എടുക്കുന്നുണ്ട്. ചുറ്റി എടുക്കുന്ന അത് ബോൾ പോലെ ചുറ്റി എടുക്കുന്ന അത് അതിൻ്റെ മേലെയാണ് നമ്മൾ ആ പാരച്യൂട്ടിൻ്റെ ടോപ്പ് ചെയ്യുന്നത്. അപ്പോൾ വേസ്റ്റ് പേപ്പറിൻ്റെ ആവശ്യമുള്ളൂ. ആവശ്യമില്ലാത്ത കുറേ പേപ്പറും കുറച്ച് കവറ് അങ്ങനെയൊക്കെ എടുത്തിട്ടാണ് ഞാൻ ബോളാക്കി എടുത്തത്. ഇടയ്ക്കിടയ്ക്ക് അത് വെച്ച് നോക്കി അതിൻ്റെ അളവെടുത്തു. അതിൽ ആ സ്റ്റിക്കിൻ്റെ അതിൽ നിൽക്കത്തക്ക രീതിയിൽ ബോളാക്കി എടുത്തിട്ടുണ്ട്. ആ പേപ്പറും കവറും എല്ലാം ചുറ്റി ബോളാക്കി എടുത്തത് കുറച്ചുകൂടെ സെക്യൂർഡ് ആവാൻ വേണ്ടിയിട്ട് സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുത്ത് ഷേപ്പ് ചെയ്തെടുക്കുന്നു. അതിൻ്റെ മുകളിലൊരു ഫോയിൽ പേപ്പർ കൊണ്ടിട്ട് ഒന്നുകൂടി കവർ ചെയ്തെടുത്ത് നീറ്റാക്കി എടുത്തത്. അതിൻ്റെ മുകളിൽ കവറും പേപ്പറും ഒക്കെ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ അലൂമിനിയം ഫോയിൽ ഷീറ്റ് കൊണ്ട് മുകളിലൊന്ന് റാപ്പ് ചെയ്ത് കൊടുത്തത്. എന്നിട്ടത് വെച്ച് നോക്കി അളവ് നോക്കിയപ്പോൾ സ്റ്റിക്കിന് കുറച്ച് നീളക്കൂടുതലായതുകൊണ്ട് അത് കട്ട് ചെയ്ത് കുറച്ച് നീളം കുറച്ചെടുത്തു. എന്നിട്ട് ആ ബോൾ പോലെ നമ്മൾ ചെയ്തെടുത്തത് മുകളിൽ ഗ്ലൂ ഗൺ കൊണ്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുക. അതോടെ ഒട്ടിച്ചു കൊടുത്തപ്പോൾ നമുക്ക് അത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഒട്ടിക്കാൻ ഈ ഫോം ക്ലേ വെച്ചിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കണം. ഓരോ കളർ വെച്ചിട്ട് ഓരോരോ ഫ്ലവേഴ്സ് ഉണ്ടാക്കി മൾട്ടി കളറിൽ ഫ്ലവേഴ്സ് ഒട്ടിച്ചു കൊടുക്കണം. എന്നാലേ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും.
അങ്ങനെ നമ്മൾ പല കളറിൽ കുറേ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അത് നമ്മൾ ഈ ബോളിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കണം. ഫെവിക്കോൾ വെച്ചിട്ടാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ ഓരോന്ന് അടുക്കി ഒട്ടിച്ച് കൊടുക്കണം. പല കളറ് അടുപ്പിച്ച് വെച്ച് ഒട്ടിച്ച് കൊടുക്കാൻ നോക്കണം. അങ്ങനെ ഫ്ലവേഴ്സ് എല്ലാം ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആ താഴെ ചെയ്തേക്കുന്ന അതിന് ആ ബോക്സിന് നമ്മൾ ബ്രൗൺ കളർ കൊടുക്കുവാണ്. ബ്രൗൺ കളറ് നല്ലതുപോലെ കവർ ചെയ്ത് അടിച്ചു കൊടുത്തിട്ട് അതൊന്ന് ഡ്രൈ ആവാൻ വെക്കുന്നുണ്ട്. അങ്ങനെ നമുക്കത് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. പിന്നെ ആ ഫ്ലവേഴ്സിൻ്റെ മുകളിൽ വൈറ്റ് ഡോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് ആ ഫ്ലവേഴ്സിനൊക്കെ കുറച്ചുകൂടി ഭംഗിയായത്. പിന്നെ അതിനുള്ളിൽ വെക്കാൻ നമ്മൾ ഒരു ടെഡിയെ ഉണ്ടാക്കുവാണ്. അതും ഫോം ക്ലേ വെച്ചിട്ട് തന്നെ ഹാൻഡ് മെയ്ഡ് ഉണ്ടാക്കിയെടുക്കുവാണ്. ഫസ്റ്റ് നമ്മൾ ടെഡിക്ക് വേണ്ട പാർട്സ് എല്ലാം ഉണ്ടാക്കിയെടുത്ത് വെച്ചിട്ട് പിന്നെ അതെല്ലാം കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുവാണ്. ഫോം ക്ലേ വെച്ചിട്ട് ഉണ്ടാക്കാൻ ഈസിയാണ്. ഇതെല്ലാം നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കണം. നല്ലൊരു ക്രാഫ്റ്റാണിത്. ഫൈനൽ ലുക്ക് അടിപൊളിയാണ്. ഫസ്റ്റ് വിചാരിച്ചത് പാരച്യൂട്ട് മാത്രം ചെയ്യാമെന്നാണ്. പക്ഷേ ടെഡിയുടെ ലാസ്റ്റ് വന്നപ്പോൾ ടെഡിയും കൂടി വെച്ചാൽ കൊള്ളാമെന്ന് തോന്നിയിട്ട് ടെഡി ചെയ്തെടുത്തതാണ്.
പാരച്യൂട്ട് എനിക്ക് തോന്നുന്നു ടെഡിയും കൂടി ആയപ്പോഴാണ് കംപ്ലീറ്റ് ആയെന്ന് തോന്നി. എന്ന് വെച്ചാൽ ടെഡിയും കൂടി വെച്ചപ്പോഴാണ് അതും കൂടി കുറേ കൂടി ഭംഗിയായത്. ഇതുപോലുള്ള ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ടെഡിയും കൂടി വെച്ചപ്പോൾ ഫൈനൽ ലുക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഇതുപോലുള്ള ഒരുപാട് ക്രാഫ്റ്റുകൾ ഈ ചാനലിൽ ചെയ്യാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.